ഓണസദ്യയുടെ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനിയായ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, കടുമാങ്ങ അച്ചാർ, ചിപ്സ്, ശർക്കര വരട്ടി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ എല്ലാവരും? അതോ ഇനി അടുത്ത ആഴ്ച ആദ്യമേ എല്ലാവരും തുടങ്ങുന്നുള്ളോ? അപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടാക്കി തുടങ്ങി കാണും. ചിപ്സും ശർക്കര വരട്ടി അങ്ങനെയുള്ള ചിപ്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി തുടങ്ങി കാണുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം കേട്ടോ. അവിയലിനുള്ള കഷ്ണങ്ങൾ എപ്പോഴും ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് മെയിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് മസ്റ്റാണ്. അതായത് കായം, ചേന, വെള്ളരിക്ക, തടിയങ്കായ, മത്തങ്ങ, പടവലങ്ങ ഇങ്ങനത്തെ ഐറ്റംസ് മെയിനായിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ ക്യാരറ്റ് യൂസ് ചെയ്യാം, മുരിങ്ങയ്ക്ക യൂസ് ചെയ്യാം, അമരയ്ക്ക, ഇത്ര ഐറ്റംസ് മെയിനാണ് കേട്ടോ. പിന്നെ ചിലർ കാച്ചിലൊക്കെ ചേർക്കും, പക്ഷേ കാച്ചിൽ അവിയലിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിന് വേറൊരു ടേസ്റ്റാണ്. ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് പല പച്ചക്കറികളും യൂസ് ചെയ്യും. പക്ഷേ ഇത്രയും ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, എന്നാലേ അവിയലിന് റിയലായിട്ടുള്ള ടേസ്റ്റ് വരൂ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ കുറച്ച് കൂടുതൽ വേണം, എന്നാലേ കഷ്ണങ്ങൾക്കനുസരിച്ച് തേങ്ങ യൂസ് ചെയ്യണം, എന്നാലേ അവിയലിന് ടേസ്റ്റ് വരുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3-4 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകം 1.5 ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നന്നായി അരച്ച് മാറ്റി വയ്ക്കുക. ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, എന്നാലും നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അത് അരച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഉരുളി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വാരി വെച്ചേക്കുന്ന പച്ചക്കറികൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ആ പച്ചക്കറികളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് അതൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഇതിങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ അവിയലിനൊരു റിയൽ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എല്ലാവരും ആദ്യം അരപ്പും വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ വയ്ക്കുമ്പോൾ അവിയലിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് വരില്ല. ഞാനിപ്പോൾ ഈ ചെയ്തേക്കുന്നത് പോലെ നിങ്ങൾ ഈ പ്രാവശ്യം സദ്യയ്ക്ക് അവിയൽ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ അവിയൽ ചെയ്താൽ. അങ്ങനെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഇപ്പം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് സോർട്ടായി വന്നിട്ടുണ്ട്. ഒന്നൊന്ന് ജസ്റ്റ് അതിൽ നിന്നൊരു ചെറിയ വെള്ളം ഇറങ്ങി. എന്ന് വെച്ചാൽ പടവലങ്ങ, വെള്ളരിക്ക, തടിയങ്കായ ഇതിനൊക്കെ വെള്ളത്തിൻ്റെ അംശമുള്ളതാണല്ലോ. അന്നേരം അതിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഊർന്ന് ഇറങ്ങും. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യരുത്, തീരെ സിമ്മിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അരപ്പ് ചേർക്കേണ്ട സമയമായി. ഇനിയും നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതിനി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിന് വേകാൻ പാകത്തിനായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി, ഒരുപാട് വേണ്ട. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റും കൂടെ മതി. 10 മിനിറ്റ് തന്നെ വേണ്ടി വരില്ല, കഷ്ണങ്ങളുടെ വേവ് അനുസരിച്ചാണ്. ചില ചേനയ്ക്കൊക്കെ ഇച്ചിരി വേവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ എനിക്ക് അവിയൽ റെഡിയായി. ഇവിടെ കിട്ടുന്ന ചേനയൊക്കെ വളരെ എളുപ്പം വേകുന്ന ടൈപ്പ് ചേനകളാണ്. അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ചു വെച്ച് കൊടുക്കാം. ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇനിയിപ്പം ഇതിപ്പം പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് ഞാൻ അടച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ അടപ്പ് മാറ്റി ഒന്നുകൂടെ ഇളക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ട്. ഈ സമയത്ത് അഡീഷണലായിട്ട് ഒരു മെയിൻ ഐറ്റം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ നട്ട്സ്, കാഷ്യൂ നട്ട്സ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് അവിയലിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരു 80% വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് ഈ നട്ട്സ് ചേർക്കേണ്ടത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഹിന്ദുസിൻ്റെ മാരേജിന് പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, സദ്യയുടെ അവിയലിന് ഇങ്ങനെ നട്ട്സ് ചേർക്കും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ.
കേട്ടോ. ആ നട്ട്സും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അടപ്പ് മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയും വെള്ളം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി. ഇനി അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായി വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണലായിട്ട് ഒരു ഐറ്റവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പച്ച വെളിച്ചെണ്ണ അതിന് ചുറ്റിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അവിയലിൻ്റെ പാത്രം അടപ്പ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഈ സമയം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞേ തുറക്കാവുള്ളൂ. ആ പച്ച വെളിച്ചെണ്ണ അതിലോട്ട് ഇറങ്ങി അതിൻ്റെ ഫ്ലേവറും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാൻ റെഡിയാവും അവിയൽ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ പ്രാവശ്യം നിങ്ങൾ സദ്യയ്ക്ക് അവിയൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഉടനെ തന്നെ ലൈക്ക് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണുമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.